ഹരേ കൃഷ്ണ. രാമായണത്തിനെ പറ്റിയാണ് പറയുന്നത്. വാൽമീകി രാമായണത്തിൽ 1,00,000 രാമപദങ്ങളുണ്ട്. രാ എന്ന ശബ്ദം അഗ്നിയെയും മാ എന്ന ശബ്ദം വിരാട് പുരുഷനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ രാമൻ അഗ്നിസ്വരൂപനാണെന്ന് മന്ത്രശാസ്ത്രം. വൈഷ്ണവ ബീജാക്ഷരമായ രായും ശൈവ ബീജാക്ഷരമായ മായും ചേർന്നതിനാൽ രാമനാമം ശൈവ വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമെന്ന് അറിയപ്പെടുന്നു. രാമശബ്ദത്തോട് ചന്ദ്രദേവൻ്റെ സാന്നിധ്യവും കൂടിയാകുമ്പോൾ മുക്തിയെ പ്രദാനം ചെയ്യുന്നു, ശാന്തിയിലേക്ക് നയിക്കുന്നു. അതിനാൽ രാമമന്ത്രം താരകമന്ത്രമായി അറിയപ്പെടുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് എന്നീ അർത്ഥങ്ങൾ രാമശബ്ദത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രാമസ്യ അയനം, രാമായ അയനം എന്നിങ്ങനെ രാമായണത്തെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. കൗസല്യാപുത്രനായി ശ്രീരാമൻ അവതരിച്ചത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസമാണ്. ധർമ്മവിഗ്രഹൻ, മര്യാദാ പുരുഷോത്തമൻ എന്നീ ഭാവങ്ങളോടെ രാമായണം ശ്രീരാമനെ അവതരിപ്പിച്ചിരിക്കുന്നു. ശ്രീരാമ ജയന്തിയായ ശ്രീരാമനവമി പ്രത്യേക പൂജകളോടെയാണ് ആചരിച്ചു വരുന്നത്. തത്വവിചാരത്തെയും ഭക്തിയെയും സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു കുടുംബകാവ്യമായി രാമായണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ നിത്യപാരായണത്തിനും ശ്രവണത്തിനും അത്യുത്തമമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഞാൻ ഇനി എൻ്റെ ചാനലിൽ രാമായണവും അതിൻ്റെ കഥയുമാണ് തുടങ്ങുവാൻ പോകുന്നത്. ഞാൻ വലിയ പാരായണക്കാരിയല്ല, എങ്കിലും എന്നിൽ ഉള്ള അറിവുകളെ നിങ്ങൾക്ക് ഞാൻ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഹരേ കൃഷ്ണ.